مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين محمد سيد الكونين والثقلين محمد سيد الكونين والثقلين والفارقين من عرب ومن عجل. ബറാത്തിരാവിന്റെ പുണ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം വിജയീ പ്രസ്ഥാനക്കാരതിനെതിരെ വെച്ച കൈവച്ചതിനെ സംബന്ധിച്ച് ശക്തമായ നിലക്കുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടും വ്യക്തമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള മറുപടിയുമാണ് വല്യരായ നമ്മുടെ മുദ്രസി KKM ഷാജി ഇന്നിവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രഭാഷണം. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നാവിനും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനും ശക്തി പകർന്നു കൊടുക്കുമാറാകട്ടെ. കൂടുതലായി സംസാരിക്കുന്നില്ല, പകലും പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയും ഈ പരിപാടിയിൽ അദ്ദേഹം വഹിക്കുന്ന നമ്മുടെ സദർ ഉസ്താദ് അമീർ ഉസ്താദിനും ഇവിടെ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ വിഷയം അവതരിപ്പിക്കാൻ വല്യരായ KKM ഷാജി ഉസ്താദ് അവർക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله عز وجل يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിവന്ദനായ ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സത്യദീൻ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കും വേണ്ടപ്പെട്ടവർക്കും അഭ്യുദയകാംക്ഷികൾക്കും ഒക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ഫാഅത്തിലും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ആയുസ് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ പരലോകം കൊണ്ട് സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ബറാഅത്ത് രാവ് എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്ത്? ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ചർച്ചക്കെടുക്കുന്ന വിഷയം ഇതാണ്. സ്വാഭാവികമായും മറ്റു പല വിഷയങ്ങളിലും എന്ന പോലെ സമൂഹത്തിന്റെ നന്മ തടയുക, ഖൈറിൽ നിന്ന് ജനങ്ങളെ അകറ്റുക എന്ന ഹിഡൻ അജണ്ടയുമായി പ്രവർത്തന രംഗത്തുള്ള അസുന്നികളായ ആളുകൾ
ഈ വിഷയത്തിലും ഒരുപാട് ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളും പരത്തുകയും ഈ രാവിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ യുഗാന്തരങ്ങളിലൂടെ വിശ്വാസികൾ മുഴുവനും ബഹുമാനപൂർവം കാണുന്ന പവറുള്ളതെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മഹത്തായ രാത്രിയുടെ ഇസ്ലാമികമായ അതിന്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ചർച്ച തികച്ചും പ്രസക്തമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അത്തരമൊരു വിഷയം ചർച്ചക്കെടുക്കുന്നത്. സ്വാഭാവികമായും രണ്ട് രൂപത്തിൽ നമുക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി, ഈ മാസത്തിന്റെ പരിശുദ്ധി, ഈ ദിവസത്തിന്റെ, ഈ രാവിന്റെ പരിശുദ്ധി, അത് സംബന്ധമായി മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരും അതേപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളും എന്ത് സംസാരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. എതിരാളികൾ ഉണ്ടാക്കിയിട്ടുള്ള വസ്വാസുകൾ എന്താണ്, അതിന്റെ നിവാരണം എങ്ങനെ എന്നതാണ് രണ്ടാമത്തെ വിഷയം. വളരെ ചുരുക്കി ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ് നമ്മൾ. ഒന്നാമതായി, മുസ്ലിംകൾക്കിടയിൽ ബറാഅത്ത് രാവ് സംബന്ധമായിട്ടുള്ള ചർച്ചയിൽ രണ്ട് വാദഗതികൾ നിലനിൽക്കുന്നത് ബറാഅത്ത് രാവ് പവറുള്ള രാവാണെന്നും അല്ലെന്നും. ആണ് എന്ന് പറയുന്നവരാണ്, പവറുള്ള രാവാണെന്ന് പറയുന്നവരാണ് നമ്മൾ. അതിന് ഒരു പ്രത്യേകതയുമില്ല കഴിഞ്ഞ രാത്രിയേക്കാൾ വരാനിരിക്കുന്ന രാത്രിയേക്കാൾ എന്ന് വാദിക്കുന്നവരാണ് അസുന്നികൾ. ആരുടെ കൂടെയാണ് പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ നിൽക്കുന്നത്? ഇത് നാം വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസത്തെ സംബന്ധിച്ച് തന്നെ പ്രത്യേകതയോടുകൂടെ കാണുകയും ആ രൂപത്തിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാറുള്ളത്, സുന്നത്ത് നോമ്പെടുക്കാറുള്ളത് ശഅബാനിലാണ്. അങ്ങനെ ശഅബാനിൽ കൂടുതൽ സുന്നത്ത് നോമ്പെടുക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന അന്വേഷണത്തിന്റെ മറുപടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഈ മാസം അള്ളാഹുവിലേക്ക് നമ്മുടെ അമലുകൾ മുഴുവനും മൊത്തമായി ഉയർത്തപ്പെടുന്ന മാസമാണ്. നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കുന്നത്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ മാസത്തിലാണ് ഒരു വർഷത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം കണക്കാക്കിയിട്ടുള്ളവരുടെ വിശദമായ ലിസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലേക്ക് കൈമാറുന്നത്. അതുകൊണ്ട് നോമ്പുകാരനായിരിക്കെ എന്റെ അവധി ആയുസ് എഴുതപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശഅബാനിലെ കൂടുതൽ നോമ്പിന്റെ രണ്ട് കാരണങ്ങളാണ്. അത് ശഅബാൻ മാസത്തിൽ ഇങ്ങനെയുള്ള കുറെ പ്രക്രിയകളും പ്രത്യേകമായ സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ സന്തോഷങ്ങൾ അല്ലാഹു നൽകിയിട്ടുള്ള മാസമാണ് ശഅബാൻ. ഒന്ന്, കഅബാലയം ഖിബിലയാക്കി കിട്ടുക എന്ന മഹത്തായ ആഗ്രഹം അല്ലാഹു നടപ്പാക്കി കൊടുത്തത് ഈ മാസത്തിലാണ്. ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, അതിനറാത്ത കല്ലുക വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർവാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയെ കഅബാലയം ഖിബിലയാക്കി കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ആകാശത്തേക്ക് ദൃഷ്ടികൾ പായിക്കുന്നത് നാം കാണുന്നു. അതിനാൽ ഫലനുവല്ലിയന്നക തങ്ങളെ നാം തിരിക്കുക തന്നെ ചെയ്യുന്നു ഖിബ്ലതൻ തർവാഹാ, തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക്. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം
ഇനി മുതൽ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി 16 മാസക്കാലം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോഴൊക്കെ അവിടുത്തെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം അത് അല്ലാഹു തആല നടപ്പാക്കി കൊടുത്ത മാസമാണ് ശഅബാൻ. അതോടൊപ്പം തന്നെ ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു നബിതങ്ങൾക്ക് വേണ്ടി, നിങ്ങളും അത് നിർവഹിക്കണമെന്ന സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം ഒരു പ്രത്യേകമായ ശൈലിയിൽ, മറ്റൊരമലിനെ കുറിച്ചും പറയാത്ത ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഈ മാസത്തിലാണ്. സ്വലാത്ത് മുഖേന വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടുതൽ അടുക്കുന്നു. അവരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാണ്. മുറാദുകൾ ഹാസിലാവാൻ അത് കാരണമാണ്. ആവശ്യങ്ങൾ നിറവേറാൻ അത് കാരണമാണ്. നമ്മുടെ അവസാനം നന്നാവാൻ അത് കാരണമാണ്. പരലോകത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ശഫാഅത്ത് ലഭ്യമാവാൻ അത് കാരണമാണ്. സന്തോഷത്തോടെ അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അത് കാരണമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ തുടക്കത്തിലും ഒടുക്കത്തിലും ഈ സ്വലാത്ത് കാരണമാണ്. ഇങ്ങനെ സ്വലാത്തിന്റെ മഹത്വങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. അങ്ങനത്തെ സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം അല്ലാഹു നൽകിയതും ഈ മാസത്തിൽ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ശഅബാൻ മാസം, ആ മാസത്തിലെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു പകുതിയാണ് ബറാഅത്ത് രാവ്. ആദ്യമായി നാം പരിശോധിക്കുന്നത് ബറാഅത്ത് രാവിന് മഹത്വമുണ്ടോ ഇല്ലേ. 14-ാം രാവിനെ പോലെ 16-ാം രാവിനെ പോലെ വിശേഷങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു പോകേണ്ട ഒരു രാവാണോ 15-ാം രാവ് ശഅബാൻ? അല്ല എന്നാണ് മുസ്ലിം ഉമ്മത്തിന്റെ അത് സംബന്ധമായിട്ടുള്ള തീരുമാനം. ഒരു കാര്യം നമ്മളിവിടെ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ അവർ പരിശുദ്ധ ഖുർആനും ഹദീസുകളും കൈകാര്യം ചെയ്തപ്പോൾ ശഅബാൻ 15-ന്റെ രാവ്, ബറാഅത്ത് രാവ്, മുബാറക്കത്തായ രാവ്, സ്വക്കിന്റെ രാവ്, ഖദറിന്റെ രാവ്, ഇങ്ങനെ തുടങ്ങി വിവിധ പേരുകളിൽ ഈ രാവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് സുന്നേതരരായ മൗലവിമാർ പലപ്പോഴും മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കാര്യമായി ഉപയോഗപ്പെടുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ ഒരു മൗലവി സാഹിബ്, അദ്ദേഹം ബറാഅത്ത് രാവിനെ നിഷേധിക്കാൻ വേണ്ടി ഒരു പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗത്തിൽ അദ്ദേഹം കാര്യമായി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ബറാഅത്ത് രാവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന് താല്പര്യം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുന്റെ ആരംഭത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻസിരീൻ, നിശ്ചയം വിശുദ്ധ ഖുർആനിനെ നാം അനുഗ്രഹീതമായ ഒരു രാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്തെ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാവ്. ആ രാവിനെ കുറിച്ചുള്ള ചർച്ചയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഈ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീത രാവ് എന്നതിനെ കുറിച്ച് 2 അഭിപ്രായം. ഒരു അഭിപ്രായം ഈ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ റമളാനിലാണെന്ന് നമുക്കൊക്കെ അറിയാം. ഖുർആൻ അവതരിച്ചതും റമളാനിലാണെന്ന് പൊതുവിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. കൂടുതൽ വിവരമില്ലാത്ത ഒരു സാധാരണ മനുഷ്യര് പോലും അറിയുന്ന ഒരു ഇൽമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ രാത്രി റമളാനിലാണ് അവതരിപ്പിച്ചത്, ഖുർആൻ അവതരിപ്പിച്ചത്. അല്ലേ? ഏത് ചെറിയ ബുദ്ധിയുള്ള ആളുകൾക്കും അറിയുന്ന ഒരു വിഷയം. ആ വിഷയത്തിനെതിരിൽ പൂർവകാല ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ തന്നെ സംസാരിച്ചു എന്നാണ് ഇദ്ദേഹം തന്റെ പ്രസംഗത്തിൽ കാര്യമായി പരാമർശിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, 2ാമത്തെ അഭിപ്രായം ഇക്രിമ റളിയല്ലാഹു അൻഹു
ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഇന്നെ പോലത്തെ ഒരു മുസ്ലിയാരല്ല, അല്ലെങ്കിൽ സെലഫിയെ പോലത്തെ ഒരു മൗലവിയല്ല, മറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിച്ച പണ്ഡിതനാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇൽമ നേടാൻ ഭാഗ്യം കിട്ടിയ പ്രസിദ്ധനായ താബിഈയാണ്, സഹാബത്തിന്റെ ശിഷ്യനാണെന്ന് അർത്ഥം. ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ വ്യക്തിപരമായി നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ ഇവരുടെ പ്രസംഗം കേട്ടാ തോന്നുക നമുക്ക് വരെ തീരെ ഒരു സംഗതിക്ക് എതിരാണല്ലോ. ആര് പറഞ്ഞു ഈ ഇക്രിമനായൊക്കെ തീരെ വിവരല്ലേ എന്നൊരു പക്ഷെ ആര് ചിന്തിക്കും? സാധാരണക്കാരൻ ചിന്തിക്കും. കാരണം നമ്മളിപ്പോ കിടന്നുറങ്ങിയ തന്നെ വിളിച്ചിട്ട് എപ്പോഴാ ഖുർആൻ ഇറങ്ങിയാൽ അത് റമദാനിലാണെന്ന് പറഞ്ഞപ്പോൾ ലൈലത്തുൽ ഖദ്റിലാന്ന് പറഞ്ഞില്ലേ. അത്ര വ്യക്തമായ ഒരു സംഗതിക്ക് എതിരെ സംസാരിക്കാൻ ഇത്രയും വിവരം കുറഞ്ഞ ആളാണോ ഇക്രിമ റളിയല്ലാഹു അൻഹു? അല്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരു സംഘം പണ്ഡിതന്മാരും പറഞ്ഞു ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, അത് ശഅബാൻ 15 രാവാണ്. ഈ ഒരു പോയിന്റ് നമ്മുടെ പണ്ഡിതന്മാര് ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതുമ്പോഴും പുസ്തകങ്ങൾ എഴുതുമ്പോഴുമൊക്കെ അതിലവരെടുത്തുദ്ധരിക്കും. എന്തിനാണ് അവരെടുത്തുദ്ധരിക്കുന്നത്? ലൈലത്തുൽ മുബാറക എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞ ആ രാവിനെ സംബന്ധിച്ച് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു സംഘം ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് അത് ബറാഅത്ത് രാവാണെന്ന് പറയാൻ മാത്രം ആ രാവിന്റെ മഹത്വം അത്രയും വലുപ്പമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ രാവിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക്കത്ത് എന്തല്ല, പ്രബലമായ അഭിപ്രായ പ്രകാരം അത് ശഅബാൻ 15 രാത്രിയല്ല എന്ന് പറഞ്ഞാൽ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അഭിപ്രായം അത് പ്രബലമായ അഭിപ്രായത്തിന് എതിരാണ്. അത് നമ്മളും സമ്മതിക്കുന്നു, നമ്മളും പറയുന്നു. പക്ഷെ ബുക്ക് എഴുതിയ ആളുകൾ, സൂപ്പർ കേസറ്റിന്റെ കംപ്ലൈന്റ് അതാണ്. ചില ആളുകൾ ബുക്ക് എഴുതുമ്പോ പരിശുദ്ധ ഖുർആനിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞതായ അഭിപ്രായമുണ്ട്. അതായത് ലൈലത്തുൽ മുബാറകത്ത് പറഞ്ഞ ബറാഅത്ത് പറഞ്ഞാലേ എല്ലാ മുഫസ്സിറുകളും ഒരു മുഫസ്സിറും അവരുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ ഈ അഭിപ്രായം പറയാത്തവരില്ല. ആര് വരെ? ഷൗക്കാനി എന്ന് പറയുന്ന പുത്തനവാദികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഖുർആൻ വ്യാഖ്യാതാവ് വരെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞതിന് ശേഷം ചില മുഫസ്സിറുകൾ പ്രബലം ഇതല്ല, ലൈലത്തുൽ ഖദ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാത്ത പണ്ഡിതന്മാരുണ്ട്. അപ്പൊ നമ്മുടെ ചില ഇപ്പൊ സുന്നി വോയിസിൽ വന്ന ലേഖനം അദ്ദേഹം കേസറ്റിൽ പറയുന്ന ഒരു സംഗതിയാണ്. വാസ്തവത്തിൽ എന്റെ ഒരു ബറാഅത്തിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞ് ഒരു ഓഡിയോ കാസറ്റ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ ആ കാസറ്റിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, സഹോദര ലൈലത്തുൽ മുബാറക്കത്ത് ഏതാണ് എന്ന ചർച്ചയിൽ ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ടു പോകണ്ട. കാരണം എന്താ, അതിൽ നിങ്ങളും നമ്മളും ഒരേ അഭിപ്രായക്കാരാ. എന്ത് ലൈലത്തുൽ മുബാറക്കാന്ന് സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞൊരു പ്രബലമായ അഭിപ്രായം തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ തന്നെയാണ്. അത് റമദാനിലുമാണ്. അത് റമദാനിലാണെന്ന് സ്ഥിരപ്പെട്ടാൽ അപ്പൊ ശഅബാൻ 15 ഒരു പ്രത്യേകതയിലാണ്. അതുകൊണ്ട് വരുമോ? ഈ ആയത്തിൽ തെളിവില്ല എന്നല്ലാതെ അതിന് തെളിവ് വേറെ നോക്കണം എന്നല്ലേ ഉള്ളൂ അല്ലെ? ഏതൊരു ചെറിയ ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാവുന്ന ഒരു സംഗതിയല്ലേ ഇത് ഞാൻ വസ്തുനിഷ്ഠമായി പറഞ്ഞിരുന്നു. എന്നിട്ട് മൂപ്പര് പിന്നെ അതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ, പിന്നെ സുന്നി വോയിസിൽ ലേഖനം എഴുതിയപ്പോ, ജിസാലിയിൽ ലേഖനം വന്നപ്പോ, സിറാജിൽ ലേഖനം വന്നപ്പോ അതിലൊക്കെ ഈ അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തോടത്തൊന്നും എന്ത് പറഞ്ഞിട്ടില്ല, ഇത് പ്രബലമായ അഭിപ്രായം അല്ലാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ വിമർശനത്തിന് ശരിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് അവര് ഇറക്കണ കേസത്തെ വിമർശനത്തിന് അത് പ്രബലം അല്ലാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാ അത് പ്രബലം അല്ലാന്ന് പറയാത്തൊരു കുറെ ഖുർആൻ വ്യാഖ്യാതാക്കളില്ലേ? മൗലവി തയ്യാറുണ്ടാവുന്ന പരിശോധിക്കാം, നമുക്കൊന്ന് കൂടിയിരുന്ന് പരിശോധിക്കാം. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പലരും ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു, ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിറുകൾ ലൈലത്തുൽ ഖദ്റാനി ലൈലത്തുൽ മുബാറക്കത്ത് നിന്നു. അതേ സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരു സംഘം പണ്ഡിതന്മാരും അത് ബറാഅത്ത് രാവാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ചില പണ്ഡിതന്മാർ അവിടെ പ്രബലം ഇന്നതാണെന്ന് പറഞ്ഞു, വേറെ ചിലരൊന്നും പറഞ്ഞില്ല.
ഇനി അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ആ ആയത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു കാര്യവും ഒരു സുന്നിക്കുമില്ല. മറിച്ച് സുന്നികൾ ആ വിഷയം തെളിവ് പറയണത് എങ്ങനെയാ? ഒരു വിഷയത്തിന് നമ്മൾ ന്യായങ്ങൾ പറയുന്ന സമയത്ത് ഉപോത്ബലകം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിൽ തെളിവ് പറയും അല്ലേ? അപ്പൊ എന്താ നമ്മുടെ വിഷയത്തിലെ ഈ ഇക്രിമ റളിയല്ലാഹുവിന്റെ അഭിപ്രായം നമ്മളെടുത്ത് ഉദ്ധരിക്കാനുള്ള കാരണം എന്താ? ലേഖനം എഴുതിയ ഉസ്താദുമാരൊക്കെ അവരൊക്കെ മനസ്സിലുള്ള ഉദ്ദേശത്തോടുള്ളൂ. ഇക്രിമ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട താബിഈയാണ്, അതായത് സഹാബത്തിന്റെ ശിഷ്യനാണ്. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മുത്തബിഉസ് സുന്ന എന്ന സ്ഥാനത്തേലുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒക്കെ ഇസ്ലാം പഠിച്ച പണ്ഡിതനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ആ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് ഖുർആനിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക്കത്ത് എന്നത് ബറാഅത്ത് രാവാണെന്ന അഭിപ്രായം ഉണ്ടെന്ന് വന്നാൽ ബറാഅത്ത് രാവ് ഓൾറെഡി മുസ്ലിങ്ങൾക്കിടയിൽ ഫേമസ് ആണ്. ഇതാണ് തെളിവിന് ഉപോത്ബലകമായ ശൈലി എന്ന് നമ്മൾ പറഞ്ഞത്. ഈ രാവിനെ കുറിച്ച് അത് ലൈലത്തുൽ മുബാറക്കത്ത് എന്നത് ബറാഅത്ത് രാവാന്ന് പറഞ്ഞു. ബറാഅത്ത് രാവ് നേരത്തെ എന്തായിട്ടുണ്ട് അവിടെ? മുസ്ലിമുകൾക്കിടയിൽ പരിചയമുള്ള രാവാണ്. അതിനെതിരാരും സീഡി ഇറക്കിയിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അതേ നമ്മൾ പറഞ്ഞതിന്റെ താല്പര്യമുള്ളൂ. നമ്മുടെ ഉസ്താദുമാരൊക്കെ ലേഖനം എഴുതുമ്പോ പുസ്തകം എഴുതുമ്പോ ഒക്കെ ഈ ഉദ്ധരണി കോട്ട് ചെയ്യുന്നതിന്റെ കാരണം അതാണ്. പോക്ക് മനസ്സിലായോ വിഷയത്തിന്റെ സ്ഥിതി? ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുസ്ലിമീങ്ങൾക്ക് താബിഈങ്ങൾക്ക് പരിചയമുള്ള ഒരു വിഷയമാണ് എന്ത്? ബറാഅത്ത് രാവ്. മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞെന്താ? ഒരു അഡ്രസ്സും ഇല്ലാത്ത രാത്രി. അന്ന് മുതലേ ഈ അഡ്രസ് ഇല്ലായ്മ അങ്ങനെ തുടങ്ങി വരികയാണ് അല്ലെ? മുസ്ലിമീങ്ങൾ അത് വിശ്വസിക്കണോ? ഇനി ഞാൻ പറയുന്നു, ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലൈലത്തുൽ മുബാറക്കത്ത് എന്നത് ശഅബാൻ 15 രാവാണ് എന്നത് പ്രബലമല്ല. നമ്മൾ അന്നാ കേസറ്റിൽ പറഞ്ഞു, ഇനി വീണ്ടും പറയുന്നു. എല്ലാവരും കാണാവുന്ന വിധത്തിൽ, പണ്ട് കേട്ടിട്ടല്ലേ ഉള്ളൂ, കാണാവുന്ന വിധത്തിൽ പറയുന്നു. പൊന്നു മൗലവി സാഹിബേ, ലൈലത്തുൽ മുബാറക് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻസിരീൻ എന്ന സൂറത്തുൽ ദുഖാനിലെ ആയത്തിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക അത് റമദാനിലെ ലൈലത്തുൽ ഖദർ തന്നെയാണെന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം. പക്ഷെ അത് സ്ഥിരപ്പെട്ടത് കൊണ്ട് ബറാഅത്ത് രാവിന് മഹത്വം ഉണ്ടോ ഇല്ലേ രണ്ടും തിരിയില്ല. അത് നമ്മൾ വേറെ പരിശോധിക്കണം. അപ്പൊ ഈ അഭിപ്രായങ്ങളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അത് പ്രബലല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മുഫസ്സിറും ബറാഅത്ത് രാവിന് മഹത്വമല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഭിപ്രായം പ്രബലമല്ലെന്ന് പറഞ്ഞതല്ലാതെ ബറാഅത്ത് രാവിന് മഹത്വമല്ലാന്ന് ആരും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ആലൂസി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഖുർആൻ വ്യാഖ്യാതാവ്, ഉത്തരവാദികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യാഖ്യാതാവാണ്. അദ്ദേഹം തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, റൂഹുൽ മആനി എന്ന തഫ്സീറിൽ വദക്കറൂ ഫീ ഫദ്ലി ഹാദിഹി ലൈലത്തി അഖ്ബാറൻ കസീറ. അപ്പോൾ ശൈലോക്യങ്ങൾ ലൈലത്തുൽ മുബാറക്കത്ത് എന്ന ഈ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാണ്. വക്കാല ഇക്രിമത്തു വജമാഅത്തുൻ ഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ഇക്രിമയും ഒരു സംഘം പണ്ഡിതന്മാരും പറഞ്ഞു അത് ശഅബാന്റെ രാവാണ്. പക്ഷെ അവർക്ക് വഅലൈഹി അക്സറുൽ മുഫസ്സിരീന വല്ലവാഹിറുമാഹും ലൈലത്തുൽ മുബാറക്കത്ത് എന്ന ലൈലത്തുൽ ഖദറാണ് എന്ന് പറഞ്ഞതിനാണ് കൂടുതൽ തെളിവ് ബലമായി തോന്നുന്നത്. അതിലാണ് കൂടുതൽ ഖുർആൻ വ്യാഖ്യാതാക്കളുള്ളത് എന്ന് വെച്ച് ശഅബാൻ 15 രാവിന് മഹത്വം ഇല്ല എന്നാണോ അവിടെ നമ്മുടെ തർക്കം? സുന്നി മുജാഹിദും തമ്മിൽ തർക്കുന്നത് ലൈലത്തുൽ മുബാറക്കത്ത് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശം എന്നതിനല്ല. കാരണം അതിന് തർക്കിച്ചിട്ട് ഒരു കാര്യം എന്താ? അത് ഏതുപോലെ ഉണ്ടാവുള്ളൂ? ആദ്യം കോഴിയാണോ കോഴിമുട്ടയാണോ ഉണ്ടായത് അല്ലേ? ഇത് ചർച്ച ചെയ്ത് നേരങ്ങളാണോ? അണ്ടിയാണോ മാവാണോ ആദ്യം ഉണ്ടായത് എന്നതിനെ പറ്റി ചർച്ച ചെയ്ത നേരങ്ങളാണോ? ഇതുപോലെയാണ് ആ വിഷയം. ലൈലത്തുൽ മുബാറക്കത്ത് ഏതാണ് ഏതല്ല അത് നമ്മൾ തമ്മിലുള്ള ചർച്ചയല്ല, തർക്കല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആ വിഷയം വിട്ടോളൂ. ഞാനും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറയാനുള്ള ലൈലത്തുൽ മുബാറക്കത്ത് സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞതിന്റെ പ്രബലമായ അഭിപ്രായം അത് പിന്നെ ലൈലത്തുൽ ഖദറാണ്, റമദാനിലാണ്. അതേ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് രസമുണ്ട്. കാരണം ഇക്രിമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങളും നിങ്ങളുടെ കാസറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്.
പക്ഷെ അവരൊക്കെ അത് പ്രബലമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, പ്രബലമല്ല എന്ന് പറഞ്ഞവരുണ്ട്, പറയാതെ ഒന്നും പറയാതെ വിട്ടവരുമുണ്ട്. എന്ന പോലെ തന്നെ ലേഖനം എഴുതിയപ്പോൾ ചില ഉസ്താദന്മാര് അത് പ്രബലമായ അഭിപ്രായം അല്ലാന്ന് പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. മുഫസ്സിറുകൾ പറഞ്ഞപ്പോൾ അതിൽ തന്നെ അത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോ അവരും അത് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ വിഷയം മുസ്ലിമീങ്ങൾ ബറാഅത്ത് രാവിനെ കുറിച്ചുള്ള ചർച്ചയിൽ കൊണ്ടുവരുന്നത് എന്തിനാ? ബറാഅത്ത് രാവ് മുസ്ലിമീങ്ങൾക്ക് പണ്ടേ പരിചയമുള്ള രാവാണ് എന്ന വസ്തുത ലോകത്തറിയിക്കാനാണ്. കാരണം ഇങ്ങനൊരു രാവ് അഡ്രസ് ഇല്ലാത്ത രാവാണെങ്കിൽ ഈ ഒരു രാവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതിനെ കുറിച്ച് വരെ ചർച്ച അങ്ങനെ വരില്ല. അല്ലേ? ദേത്തുമാർക്ക് തൊന്ന ലോകത്ത് എത്ര രാവും പകലുണ്ട്. അതൊരു വിക്ക് പിടിച്ച ചങ്ങാടി വാപ്പയുടെ പോയിടോ ഒരു ചൂടനായ ആള് വീട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പൊ വാപ്പയുടെ പോയി വെച്ചപ്പോ പന്നിയാണ്. പന്നി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇയാൾക്ക് ചൂടാണല്ലോ ഇങ്ങനെ കൊടുത്തൊന്ന് ശരിക്കും എന്താണ് ഈ പന്നി. അപ്പൊ വാപ്പ ഇറങ്ങി വന്നു. വാപ്പ ഇറങ്ങി വന്നിട്ട് എന്റെ പേര് പ്രശ്നം ഇന്നലെ വാപ്പയുടെ പോയി വെച്ചപ്പോ ഇവൻ എന്നെ പന്നിക്ക് വിളിച്ചത്. അയ്യോ അതൊന്നല്ല, പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയിന്ന് പറഞ്ഞതാണ്. പക്ഷെ വിൽക്കുന്നുണ്ട് പന്നി എന്ന് പറഞ്ഞപ്പോഴൊക്കെ എന്തായതാണ് നാവിന് കുടുങ്ങിപ്പോയതാണ്. അപ്പൊ ഈ ആരും പറഞ്ഞു, ഓന്റെ പൊന്നുപോലെ ഈ ദുനിയാവിൽ എത്ര നാടുണ്ട് നമുക്ക് പറയാൻ, പക്ഷെ ഈ നാടങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രായമില്ലാത്ത രാവാണ് ഈ ലൈലത്തുൽ മുബാറക്കാണ് ബറാഅത്ത് രാവ് എങ്കിൽ എത്രയോ രാത്രി ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട പിന്നെ ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ രാവിലെ തന്നെ പറയണോ? അപ്പൊ ഈ രാവിലെ പറഞ്ഞതിന്റെ കാരണം ഈ രാവ് മഹത്വമുള്ളതാണോ എന്നുള്ളത് മുസ്ലിം ലോകത്ത് നേരത്തെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിനാണ് നമ്മൾ പലപ്പോഴും ഇത് ഉദ്ധരിച്ചത് എന്ന് മൗലവി ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് പറയാം ഈ രാവിലെ പവറുണ്ടോ അല്ലേ? അതാണ് നമ്മുടെ തർക്കത്തിന്റെ മർമ്മം. ഈ രാവിലെ പവറുണ്ടോ അല്ലേ? അപ്പൊ ആലൂസി പറയുന്നു അതൊക്കെ റൂഫി പവലി ഹാദില്ല, ഈ രാത്രിക്ക് പവറുണ്ടെന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നു. അഖ്ബാറൻ കസീറ, ഒരുപാട് ഹദീസുകൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഹദീസിലുള്ള വിഷയമാണ് ബറാഅത്ത് രാവിന് പവറുണ്ട്, ശഅബാൻ 15 രാവിന് പവറുണ്ട് എന്നത്. ഇനി മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ വാസ്തവത്തിൽ തർക്കിക്കേണ്ടതുണ്ടോ സഹോദരന്മാരെ? പവറുണ്ട് എന്ന് തെളിയിക്കുന്ന ഹദീസുകൾ എമ്പാടും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. മിൻഹ അതിൽപ്പെട്ടതാണ് മാ അഖ്റജഹു ഇബ്നു മാജാ വൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാനി അൻ അലിയ്യിൻ കറമല്ലാഹു വജ്ഹഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖിയും അതേപോലെ ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ 15 രാവായാൽ ഫഖൂമു ലൈലഹാ, ആ രാത്രി നിങ്ങൾ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണേ മുഅ്മിനീങ്ങളെ. വസൂമു നഹാറഹാ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലസ്സമാഇ ദുനിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം മുഖേന ഒന്നാം ആകാശത്തേക്ക്, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശത്തേക്ക് സൂര്യാസ്തമയത്തോടുകൂടെ പ്രത്യക്ഷപ്പെടുകയാണ് അന്നത്തെ രാത്രി. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു പറയുന്നു, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, ഇന്നെന്നോട് പൊറുക്കലിനെ ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാമല്ലോ. അലാ മിൻ മുസ്തർസിഖിൻ ഫഅർസുഖ, എന്നോട് ഇന്ന് ഭക്ഷണം ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ ഭക്ഷണം കൊടുക്കാം. അലാ മുബ്തലൻ ബിഹി ഫവാതിയ, പരീക്ഷണങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ, അവരെന്നോട് ചോദിക്കുന്നുവെങ്കിൽ ഞാൻ സൗഖ്യം കൊടുക്കാം. ഈ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാകഥ, ഇങ്ങനെ ഓരോ സംഗതികളും ആവശ്യപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുന്നവർക്ക് ചെയ്തു കൊടുക്കാമെന്ന റബ്ബിന്റെ ഭാഗത്തുള്ള പ്രത്യേകമായ ഓഫർ ഉണ്ടാകുന്നു. സുബഹി വരെ ഈ പ്രക്രിയ തുടരും. അപ്പൊ സുബഹി വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ് ശഅബാൻ 15 രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവന്റെ അടിമകളിലേക്ക് കാര്യം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇമാം ബൈഹഖി, ഇമാം തുർമുദി, ഇമാം ഇബ്നു അബീ ശൈബ, ഇമാം ഇബ്നു മാജ തുടങ്ങിയിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നൊരു ഹദീസ്. എന്താ ഹദീസ്? ഫഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഒരു ദിവസം ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ റസൂലുള്ളാഹിനെ എന്റെ കൂടെ വീട്ടിൽ കാണുന്നില്ല, ഞാൻ ഒന്നിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. ഞാൻ റസൂലുള്ളാഹിനെ അന്വേഷിച്ചിറങ്ങി. സ്വാഭാവികമായും എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ചിന്ത,
എന്നെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് മറ്റേതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് റസൂലുള്ള പോയിട്ടുണ്ടോ എന്നാണ്. അത് അന്വേഷിക്കാനുള്ള എന്റെ ഇറക്കം. അങ്ങനെ ചെന്ന് നിന്ന് ജന്നത്തുൽ ബഖീന്റെ ഭാഗത്താണ്. നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കബറാളുകൾക്ക് വേണ്ടി വല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോ ഞാൻ ഒന്നും അറിയാത്ത പോലെ വേഗം വന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്റെ വിരിപ്പിലേക്ക് വരുന്നു. റസൂലുള്ള പുറകെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ കുറച്ച് ഓടി വന്നിട്ട് വിരിപ്പിൽ കിടന്ന കാരണത്താൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസോച്ഛ്വാസം ഇങ്ങനെ വേഗതയിലായിട്ട് റസൂലുള്ള കണ്ടു. അപ്പൊ ഉറങ്ങുന്ന ആൾക്കാരെ കൂർക്കം വലിക്കുന്ന നമ്മൾ കാണുന്നത്, അവർക്ക് ഈ കിടപ്പ് വരുന്നത് കാണണ്ട. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ആയിഷ, നിനക്കൊരു കിടപ്പുണ്ടല്ലോ? അപ്പൊ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംഭവം പറഞ്ഞു, നബിയെ, ഞാൻ ഉണർന്നു നോക്കുമ്പോ എന്റെ വിരിപ്പിൽ തങ്ങളെ കാണാത്തത് കൊണ്ട് സ്ത്രീ സഹജമായ ഒരു ദുശ്ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. തങ്ങൾ മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുത്ത് പോയേക്കുമോ എന്ന ചിന്ത എന്റെ മനസ്സിലുണ്ടായി. എങ്കിൽ അതൊന്ന് അവസാനിപ്പിക്കണമെന്ന നിലക്ക് ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണ്. പക്ഷേ ജന്നത്തുൽ ബഖീലാണ് അങ്ങുള്ളതെന്നറിഞ്ഞപ്പോ ഒന്നും അറിയാത്ത പോലെ വന്ന് കിടന്നതാണ്. ഓട്ടത്തിന്റെ ശക്തി കൊണ്ട് കിടപ്പ് കൂടിപ്പോയതാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവിധ റിപ്പോർട്ടുകൾ അത് കാണാം. അതിൽ ഒരു റിപ്പോർട്ടിൽ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിക്കുന്നു, അല്ലയോ ആയിഷ, ഇന്നത്തെ രാത്രി ഏതാണെന്ന് നിനക്കറിയുമോ? കെൽബ് ഗോത്രത്തിലെ ആളുകളുടെ രോമത്തിന്റെ എണ്ണം കണ്ട് ദോഷികളായ അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന ശഅബാൻ 15 രാത്രിയാണല്ലോ ഇന്ന്. ഈ രാത്രി എന്റെ മരണപ്പെട്ടു പോയ സുഹൃത്തുക്കൾക്ക് വേണ്ടി പാപമോചനത്തിന് ദുആ ചെയ്യാൻ ഞാൻ ജന്നത്തുൽ ബഖീയിലേക്ക് പോയതായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാത്രി സ്പെഷ്യലായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഇറങ്ങുന്നുണ്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വിശദീകരിച്ചു എന്ന ഹദീസ്. ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പിന്നീടും യാനൂസി പറയുന്നു, അഖ്റജഹു അഹ്മദ് ബിൻ ഹംബൽ ഫിൽ മുസ്നദി അൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാമു സുന്ന എന്ന സ്ഥാനത്തിന് അർഹനായ മഹാനവറുകൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസും അതിന് തെളിവാണ്. ബറാഅത്ത് രാവിന് പ്രത്യേകതയുണ്ടെന്നതിന് തെളിവാണ്. എന്താണ് ഹദീസ്? അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, യസ്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലേക്ക് അവന്റെ കാരുണ്യം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. ഫയഗ്ഫിറു ലിഇബാദിഹി ഇല്ല സനൈൻ. 2 കാറ്റഗറിയിൽപ്പെട്ടവരല്ലാത്ത അവന്റെ അടിമകൾക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. അതായത് മുശാഹിദിൻ വ ഖാതിലി നഫ്സിൻ, ആത്മഹത്യ ചെയ്യുന്നവർ, സ്വന്തം ശരീരത്തെ കൊല്ലുന്നവരും അതേപോലെ മറ്റു മുസ്ലിമീങ്ങളോട് തെറ്റി നടക്കുന്നവരും അല്ലാത്ത മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന രാത്രിയാണത് എന്നിങ്ങനെ പറഞ്ഞ ഹദീസുകൾ ഒരുപാട് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ആലൂസി തന്റെ റൂഹുൽ മആനി എന്ന തഫ്സീറിന്റെ 25-ാം ആണ്ടിൽ 111-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് എന്താ നമ്മൾ കണ്ടതുപോലെ, ഈ രാത്രിയുടെ ശ്രേഷ്ഠത ഉണ്ടെന്ന് വിശദീകരിക്കുന്ന ധാരാളം ഹദീസ് ആര് പറഞ്ഞിട്ടുണ്ട്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ ഹദീസുകളുടെ വിഷയം വരികയും ഈ ഹദീസൊക്കെ കണ്ടതിന് ശേഷം ആ ആലൂസെങ്കിലും പറഞ്ഞു, എന്ത് സംഗതി ഇങ്ങനെയൊക്കെ ഹദീസ് പറഞ്ഞു എന്ന് പറയുന്നു, പക്ഷെ ഒക്കെ ലൈഫ്, അതുകൊണ്ട് ഈ രാവിലെ പ്രത്യേകത ഒന്നുമില്ല. പ്രത്യേകത ഉണ്ട് എന്നാണ് ഇമാം ആലൂസി ആ ഹദീസ് സ്ഥിരീകരിച്ചുകൊണ്ട് നമ്മളെ അറിയിക്കുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഒരുപാട് പണ്ഡിതന്മാര് ഈ രാത്രിയെ സംബന്ധിച്ച് അത് ലൈലത്തുൽ മുബാറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ബറാഅത്ത് രാവാണെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഞാൻ തെളിവ് പറയേണ്ട ആവശ്യമില്ല, കാരണം മൗലവിയിൽ പറയുന്നുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്രബലമല്ല. ഞാനും പറഞ്ഞല്ലോ പ്രബലമല്ല. പിന്നെ തർക്കത്തിന്റെ മർമ്മം എന്താണ്? എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ചതിലെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ശഅബാൻ 15 രാവിലെ പവറുണ്ട്, പ്രത്യേകതയുണ്ട്. അത് സ്ഥിരീകരിക്കാനേ നമുക്ക് ആവശ്യമുള്ളൂ. അതിലിപ്പോ ആലൂസി പറഞ്ഞ ഹദീസുകൾ എമ്പാടും മതി. അപ്പൊ ആ ഹദീസ് ലൈഫല്ലേ? വാദത്തിന് വേണ്ടി ലൈഫാണെന്നാണ് വന്നാൽ ഒരു രാവിന്റെ പവറുണ്ടെന്ന് തെളിയിക്കാൻ ഫളായിൽ സ്ഥിരീകരിക്കാൻ ഒറ്റ ലൈഫായ ഹദീസ് മതി. പക്ഷെ അതിന് ഹദീസിന്റെ നിദാനശാസ്ത്രം പഠിക്കണം. ക്ഷീരമുള്ളവരകിലും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന രൂപത്തിൽ വിമർശനത്തിന് എവിടെയാ പഴുത് എന്ന് നോക്കി നടന്നാൽ ഇത് മനസ്സിലാവണമെന്നില്ല. എന്റെ സുഹൃത്തുക്കൾ ക്ഷമിക്കണം എന്നോട്.
ഞാനത് അങ്ങനെ പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ സീഡികളൊക്കെ ഓരോന്നും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഉപരിപ്ലവപരമായിട്ടുള്ള ഒരു പ്രസംഗം, സ്വൽപ്പത്തുള്ള കുറെ കാര്യങ്ങൾ, വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഒരിക്കലും വരില്ല. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഈ ചർച്ചയിലെ ഈ ലൈലത്തുൽ മുബാറക്കത്ത് ലൈലത്തുൽ ഖദറാണ് എന്നെല്ലാരും പറഞ്ഞില്ലേ, ഇന്നാഫി ലൈലത്തുൽ ഖദർ എന്ന് ഖുർആനില്ലേ, കേരളം നമ്മളെ ഇല്ലാന്ന് പറഞ്ഞ അതുണ്ട്. അതുകൊണ്ട് വിഷയത്താ ശാബാബിന്റെ രാത്രിക്ക് പവറില്ലാന്ന് വരുമോ? അതല്ലേ പണ്ഡിതന്മാര് മുഫസ്സിറുകൾ ചെയ്ത സാധാരണ ശൈലിയിലേക്ക് നമ്മൾ കണ്ടത് ഇമാം ആലൂസിയുടെ. കാരണം ലൈലത്തുൽ മുബാറക്കത്ത് പറഞ്ഞ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനേക്കാളും പ്രബലമായ തെളിവായിട്ട് തോന്നുന്നത് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദറാണ്, ലൈലത്തുൽ മുബാറക്കത്ത് എന്നതാണ്. പക്ഷെ അത് വെച്ചിട്ട് ലൈലത്തുൽ ഖദറിന് ലൈലത്തുൽ മുബാറക്കത്തിന് അഥവാ ബറാത്തിനാണ് മഹത്വമല്ലാന്ന് വിചാരിക്കരുത്. അതിന് മഹത്വം ഉണ്ടെന്നുള്ളതിന് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്? വേറെ ഇഷ്ടം പോലെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ തഫ്സീറുകളുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇപ്പൊ അടുത്ത് കണ്ടേ ഒരു ഫത്ഹുൽ ബയാൻ ഫീ മഖാസിദിൽ ഖുർആൻ എന്ന തഫ്സീർ. ആ തഫ്സീറിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന് കെട്ടായി തന്നെ എഴുതിയിട്ടുള്ളത് തഫ്സീറുൻ സലഫീന, ഒരു സലഫി തഫ്സീറാണത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഖാലിം മിനൽ ഇസ്രായേലിയാത്തി, കെട്ടുകഥകളൊന്നുമില്ല. പ്രമുഖമായ വിഷയങ്ങൾ മാത്രമേ അതിലുള്ളൂ. വൽ ജദലിയാത്തിൽ മദ്ഹബിയ്യ, മദ്ഹബി പക്ഷപാതിത്വങ്ങളും തർക്കങ്ങളൊന്നും ഇല്ലാത്ത തഫ്സീർ. വേറെ ഒരു തഫ്സീറും ആവശ്യമില്ല. അത് ഈ തഫ്സീറിന് ബാക്കിയുള്ളൊന്നും കൂടാണ്ട് കഴിയില്ല. അങ്ങനത്തെ ഒരു സമതിയത്തുള്ള തഫ്സീർ എന്ന് പറഞ്ഞ തഫ്സീർ അബൂ തയ്യിബ് സിദ്ദീഖ് ബിൻ ഹസൻ ഖലൂജി അൽ ബുഖാരി എന്ന് പറയണ ഒരു പണ്ഡിതന്റെ തഫ്സീർ. അതിന്റെ 12-ാം വാല്യം 390-ാമത്തെ പേജിൽ പറയുന്നു, കാന ഇക്രിമത്തു വ ത്വായിഫത്തു, ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരു സംഘം പണ്ഡിതന്മാരും പറഞ്ഞു, അൽ ലൈലത്തുൽ മുബാറക്കത്തു ഹുനാ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ഇവിടെ പറഞ്ഞ അനുഗ്രഹീതമായ രാത്രി എന്നത് ശഅബാൻ 15-ന്റെ രാത്രിയാണ്. വഖദ് ഔറദ ദാലിക സാഹിബു ദുർജുൽ മൻസൂർ, അദ്ദുറുൽ മൻസൂർ എന്ന തഫ്സീറിന്റെ കർത്താവായ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിന് ഈ ഹദീസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ അഭിപ്രായം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇസ്രായേലിയാത്തും കെട്ടുകഥയില്ലാത്ത തഫ്സീറിന്റെ ഉദ്ധരണിയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ ദുർറുൽ മൻസൂർ എന്ന തഫ്സീറിൽ ശഅബാൻ 15-ന്റെ രാവിന്റെ പ്രത്യേകതകളുടെ വിശദീകരണം ഉൾക്കൊള്ളുന്ന ഒരുപാട് ഹദീസുകളും കൊണ്ടുവന്നു. എന്നിട്ട് മൂപ്പരന് മറുപടി പറയുന്നത് വദാലിക ലാ യസ്തൽസിമു അന്നഹൽ മുറാദു ബിഖൗലിഹി ഫീ ലൈലത്തി മുബാറക, ലൈലത്ത് ബറാത്തിന്റെ രാത്രിക്ക് മഹത്വമുണ്ട് എന്നതിന്റെ തെളിവുകൾ സ്ഥിരീകരിക്കപ്പെട്ടത് കൊണ്ട് എന്ത് വരില്ല? ഖുർആൻ പറഞ്ഞ ലൈലത്ത് മുബാറക്കത്ത് എന്നത് ബറാത്തിന്റെ രാത്രി ഒന്നും വരില്ല, വരണമെന്നില്ല. നമുക്ക് അതിനുള്ള വരണമെന്നില്ല. പക്ഷെ ലൈലത്ത് മുബാറക്കത്ത് പറഞ്ഞാൽ ബറാത്തിന്റെ രാവിലെ എന്തുണ്ട്? മഹത്വമുണ്ട്. അപ്പൊ ആ മഹത്വം ഉണ്ടെന്ന് സലഫി തഫ്സീറിന്റെ ആള് വരെ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മതിക്കുന്നു. ഇതേ നമുക്കും ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അത് എത്ര പണ്ഡിതന്മാരാണ് രേഖപ്പെടുത്തിയത്? വഖദ് വറദത്ത് അഹാദീസു ദാല്ലത്തുൻ അലാ ഫളീലത്തി ശഹ്രി റമളാൻ, മഹാനായ ഇമാം ഇസ്മായിലുൽ ഹഖ് റളിയല്ലാഹു അൻഹു തന്റെ റൂഹുൽ ബയാനിൽ പറയുന്നു, വഖദ് വറദത്ത് അഹാദീസു, ധാരാളം ഹദീസുകൾ വന്നിരിക്കുന്നു, ദാല്ലത്തുൻ അലാ ഫളീലത്തി ശഹ്രി റമളാൻ, റമളാൻ മാസത്തിന്റെ മഹത്വം സ്ഥിരീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ദുൽഹിജ്ജയുടെ 10 ദിവസം മഹത്വമുള്ളതാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളും വന്നിട്ടുണ്ട്. ശഅബാൻ 15-ന്റെ രാത്രി ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ വന്നിട്ടുണ്ട്. അത് ശഅബാൻ 15-ന്റെ രാത്രി മഹത്വമുള്ള രാത്രിയാണെന്ന് തെളിയുന്നു. അതിന് ധാരാളം തെളിവുകളുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിറുകളൊക്കെയും പറഞ്ഞു. ആ പറഞ്ഞ വിഷയം അതന്നെ എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ചു. ഇനി നിങ്ങൾ നോക്ക്, ബുലൂഗുൽ അമാനി മിൻ അസ്റാരിൽ ഫത്ഹ് റബ്ബാനി എന്ന് പറഞ്ഞ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിന് വ്യാഖ്യാനം എഴുതിയവർ പറയുന്നു, യഅലം അർശദനില്ലാഹു വഇയ്യാക, നിന്നെയും നമ്മളെയും അല്ലാഹു തആല മാർഗം കാണിക്കട്ടെ, വഴി കാണിക്കട്ടെ, അവലി കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആനും ഹദീസും അനുസരിച്ച് അവലില്ല.
കേൾക്കുമ്പോ തന്നെ തോന്നുന്നുണ്ടല്ലോ മൂപ്പർക്ക് എവിടെ ഒരു കുറച്ച് വിഷയത്ത്. അദ്ദേഹം പറയുന്നത് അന്ന ലൈലത്തുൻ നിസ്ഫിൻ ശഅബാന ലൈലത്തുൻ ഫാദില, നിശ്ചയം ശഅബാൻ 15 രാവ് അത് ലൈലത്തുൻ ഫാദില ശ്രേഷ്ഠതയുള്ള രാവാകുന്നു. ആ ശഅബാൻ 15 രാവിന് പവറുണ്ടെന്നതിന്, ശ്രേഷ്ഠതയുണ്ടെന്നതിന് തകരാറില്ലാത്ത ഒരുപാട് ഹദീസുകൾ വന്നിരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇയാളെ പണി പിന്നെ ഇതിങ്ങനെ പറഞ്ഞ ആദ്യം ഒരു ഇടങ്ങളുണ്ടാക്കിയത് ലൈലത്ത് മുബാറകത്ത് എന്ന പ്രബലമായ അഭിപ്രായമാണ് ഒരു ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച അടുത്ത പരിപാടി. പിന്നെ ഇപ്പൊ എന്താണ് ശഅബാൻ 15 രാവിലെ മഹത്വം എന്ന് പറഞ്ഞ ഒരുപാട് ഹദീസ്, കൊട്ടക്കണക്കിന് ഹദീസ് ഉണ്ടെന്നാ അവര് പറയണത്. നമ്മളെ പറ്റി പറയാം. എന്നാ ആ ഹദീസൊക്കെ കണ്ട പണ്ഡിതന്മാരെന്താ പറഞ്ഞ് അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇവര് മാലും തെറ്റ ഹദീസ്, അതിൽപ്പെട്ട ഒരു ഹദീസാണ് ബൈഹഖി തെറ്റ ഹദീസ് എന്നുള്ള 2 ഹദീസിനെ പറ്റി പറയാം. 2 ഹദീസിനെ പറ്റി പറഞ്ഞിട്ട് അതാ ആ ഹദീസിൽ ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന റിപ്പോർട്ടർ ഉണ്ടെന്നും അദ്ദേഹം തെളിവിന് പറ്റിയിട്ടുണ്ടെന്നും സ്വീകാര്യനല്ലെന്നും ജമാഅത്തിന് കൂടാറില്ലെന്നും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കുറ്റങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു മൂപ്പരോട് പോയി അല്ലെ. ഇപ്പൊ ഇത് കേൾക്കുന്നവർക്ക് എന്താ തോന്നുക? ഇത് കേൾക്കുന്നവർക്ക് തോന്നുക ആകെ വറാത്തിരാവിന്റെ മഹത്വത്തിന് 2 ഹദീസുള്ളൂ. ആ 2 ഹദീസും സ്വീകരിക്കാനും പറ്റില്ല. പോയില്ലേ അല്ലേ? ഇതല്ലേ ഇപ്പൊ കേൾക്കുന്നവർക്ക് തോന്നുക. എന്നിട്ട് ഇത് മൂപ്പർ അങ്ങനെ പറഞ്ഞ് ഒഴിവായിപ്പോയത് തടിഷ്ട തന്നെയുള്ള ഉറപ്പാണ്. എന്താ കാരണം? നമ്മളെ ഉസ്താദ്മാര് ബുക്ക് എഴുതിയപ്പോ മൂപ്പര് പറയണ് ബുക്ക് എഴുതിയ ഉസ്താദ്മാര് ആ ബുക്ക് എഴുതിയപ്പോ ബറാത്ത് രാവിലെ സംബന്ധിച്ച് ഈ ലൈലത്തുൽ മുബാറകത്ത് പറഞ്ഞത് ബറാത്ത് രാവാന്ന് അഭിപ്രായമുണ്ട്, മറ്റേതാന്ന് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതാണ് പ്രബലം ആരാണ് പറഞ്ഞില്ല. അപ്പൊ വായിക്കോ തെറ്റിദ്ധരിക്കൂലേ? ഇതേ ഒരു അഭിപ്രായമേ ഉള്ളൂ, അത് പ്രബലമായ അഭിപ്രായമാണെന്ന് തെറ്റിദ്ധരിക്കൂലേ? അത്ര ശുഷ്കാന്തിയോടുകൂടെ കാര്യങ്ങൾ വിലയിരുത്തുന്ന മനുഷ്യൻ ആകെ ഉദ്ദേശിച്ചത് 2 ഹദീസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷീരമുള്ളവർ അകിലും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന്. വാസ്തവത്തിൽ ആ 2 ഹദീസ് അല്ലല്ലോ ബറാത്ത് രാവിന്റെ മഹത്വത്തെ കുറിച്ചുള്ളത്. ഹദീസുകളുടെ സ്ഥിതിവിവര കണക്ക് പരിശോധിച്ചെടുക്കുന്ന പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ട് പറഞ്ഞതാ വറദ ഫീ ഫദ്ലിഹ, ശഅബാൻ 15 രാവിന്റെ ശ്രേഷ്ഠതയിൽ വന്നിരിക്കുന്നു അഹാദീസുലാ ബഅസ ബിഹാ, ഒരു തകരാറുമില്ലാത്ത ഹദീസുകൾ. അതായത് ലൈസെന്നോ സ്വീകാര്യോഗ്യമല്ലെന്നോ പറഞ്ഞ് തള്ളാൻ പറ്റാത്ത ശഅബാൻ 15 മഹത്വം സ്ഥിരീകരിക്കാൻ ആവശ്യമായ എമ്പാടും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇത്രയും വ്യക്തമായി വിശദീകരിക്കപ്പെട്ട ഒന്നും മൂപ്പര് കാണുന്നില്ല. മറിച്ച് ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന റിപ്പോർട്ടർ സ്വീകാര്യനല്ല എന്ന് പറയുന്ന ഒറ്റ റിപ്പോർട്ട് മൂപ്പര് കാണുന്നു. അത് കാര്യമായിട്ട് ഒച്ചയെടുത്ത് പറയുകയും ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് കണ്ട നിങ്ങൾ കിതാബ് ഫവായിൽ ഔഖാത്തി, സമയങ്ങളുടെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പിന്നെ ഗ്രന്ഥമാണ്. ഹിജ്റ 458 വഫാത്തായ ആളാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു. ആ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒരുപാട് ഹദീസുകൾ ഹെഡിങ് എന്നെ കണ്ടോ, ബാബു ഫദ്ലി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന അധ്യായം. ഹെഡിങ്ങിനൊക്കെ ഭയങ്കര അർത്ഥം കാണുന്ന ആൾക്കാരാണ് മൗലവിമാര് അല്ലേ. അപ്പൊ അവർക്കിത് കാണാതെ പോകാൻ പറ്റുമോ? കാരണം എന്താ? ഭയങ്കര അർത്ഥം കാണാൻ കാരണം ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷത്തെ എതിർക്കോടത്ത് മൗലവിമാർ പറയും ആയിഷ ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ധാരാളം മഹത്വങ്ങൾ ആര് വിശദീകരിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഭാര്യമാർക്കല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ഹദീസ് നമ്മൾ മരണപ്പെട്ടുകൊണ്ട് മകളെ തെളിവ് പറഞ്ഞ മൗലവിമാർ ഉടനെ പറയുന്നതാ, അത് റബീഉൽ അവ്വലിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ ബാബിലല്ല കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൗലിദ് ഓതണം എന്ന അധ്യായത്തിലല്ല കൊടുത്തിരിക്കുന്നത്, മറിച്ച് കുടുംബബന്ധം ചേർക്കണം എന്ന അധ്യായത്തിലല്ലേ മുസ്ലിമിനെ കൊടുത്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 458 വഫാത്തായ ആള് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 കൊല്ലത്തോട് അടുക്കുന്നു അർത്ഥം. അത്ര പഴക്കമുള്ള പണ്ഡിതന് എഴുതിയ ഗ്രന്ഥത്തിൽ ഹെഡിങ്ങനെ പറഞ്ഞ ബാബു ഫദ്ലി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവിന്റെ ശ്രേഷ്ഠത. ഒന്നാമത്തെ ഹദീസ് എന്ന് നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്,
ഹദീസിന്റെ റിപ്പോർട്ടർമാരെ പരമ്പരയൊക്കെ വായിക്കണം, സമയം വഴികളുടെ വായിക്കണം. പക്ഷെ അതിന് അജാലി നടത്താത്തില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസിന്റെ വിശദീകരണം കൊടുത്താൽ താഴത്ത് പറഞ്ഞു ഇസ്നാദുഹു ഹസനുൻ. ഈ ഹദീസിന്റെ പരമ്പര സനദി പറഞ്ഞ മാതിരി ബലഹീനമല്ല, അത് ഹസൻ എന്ന സ്ഥാനത്തെത്തിയിട്ടുള്ള പരമ്പരയുള്ള ഹദീസാണ്. എന്നിട്ട് ആ ഹദീസിൽ എന്താ പറഞ്ഞത്? അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യസ്തലിഉല്ലാഹു തബാറക വതആല ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിദിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ശഅബാൻ 15 രാത്രി അവന്റെ സൃഷ്ടികളിലേക്ക് കാരുണ്യം മുഖേന പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് മുശ്രിക്കും മുശാഹിനുമല്ലാത്ത, ബഹുദൈവ വിശ്വാസിയും മുശാഹിൻ എന്ന് പറയുന്ന ആളുമല്ലാത്ത എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ കണ്ടോ, ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ സനത് ശരിയായ സനതാണ്, അതിന്റെ റിപ്പോർട്ടർമാർ സ്വീകാര്യയോഗ്യരായിട്ടുള്ള ആളുകളാണ്. ഒരു ഹദീസ്. ഇനിയും നിങ്ങൾ നോക്ക്, ഒരുപാട് ഹദീസുകളിൽ പറയുന്ന കൂട്ടത്തിലെ മറ്റൊരു ഹദീസ്, ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ചും പറയുന്നു ഇസ്നാദുഹു ഹസൻ. അതിന്റെ സനദും ഹസൻ എന്ന മർത്തബയിൽ എത്തിയിട്ടുള്ള സനദാണ്, ലഈഫല്ല, തള്ളാൻ പറ്റുന്നതല്ല. എന്നിട്ട് പറയുന്നു ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ 15 രാത്രിയായ അല്ലാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫറ, പൊറുക്കലിനെ ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാം. ഹൽ മിൻ സായിലിൻ ഫഉതിയ, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ആളുണ്ടോ, ഞാൻ നൽകാം. അങ്ങനെ ഫലാ യസ്അലു അഹദുൻ ശൈഅൻ ഇല്ലാ ഉതിയ ഇല്ലാ ദാനിയത്തുൻ ബിഫർജിഹാ ഔ മുശ്രികുൻ. ആ രാത്രി അല്ലാഹുവിനോട് ആരെന്ത് ചോദിച്ചാലും അല്ലാഹു തആല കൊടുക്കും. ആർക്കൊഴിച്ച്? ഇല്ലാ ദാനിയത്തുൻ ബിഫർജിഹാ, മുഖ്യഭാഗം കൊണ്ട് വ്യഭിചാരം നടത്തുന്ന ആളുകൾക്കൊഴിച്ച്. അതായത് വ്യഭിചാരം നടത്തുന്ന ആളുകൾക്ക് അന്ന് പുറത്തു കൊടുക്കൂല അന്നത്തെ രാത്രി. ആ മുശ്രിക്കുൻ, ബഹുദൈവ വിശ്വാസിക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അന്ന് പുറത്തു കൊടുക്കും. രണ്ടാമത്തെ ഹസൻ എന്ന മർത്തബയിലെത്തിയ ഹദീസ്. ഹദീസുകൾ വ്യാപാരത്തിന്റെ മാസം ഒരുപാട് പറയുന്നുണ്ട്. അതിന് ലഈഫ് എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാത്ത 2 ഹദീസുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എത്ര നമുക്ക് കാണാൻ സാധിക്കും. ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു തന്റെ മുഅ്ജമുൽ കബീറിലും ഔസത്തിലും 2 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചു. ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഹദീസ് നേരത്തെ വായിച്ചല്ലോ, യസ്തലിഉല്ലാഹു ഇലാ ജമീഇ ഖൽഖിഹി ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിലേക്ക് പ്രത്യക്ഷപ്പെടും. ഫയഗ്ഫിറു ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിദിൻ, മുശ്രിക്കും മുശാഹിദും അല്ലാത്തവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ആ ഹദീസ് ബഹുമാനപ്പെട്ട നൂറുദ്ദീനുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ മജ്മഉൽ സവായിദ് മംബഉൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിന്റെ 8ാം വാല്യം 65ാമത്തെ പേജിൽ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, വരിജാലുഹുമാ സിഖാത്തുൻ, വരിജാലുഹുമാ സിഖാത്തുൻ. ഇമാം ബൈഹഖി തന്റെ കബീറിൽ ഉദ്ധരിച്ച ഹദീസിന്റെ പരമ്പരയിലുള്ള റിപ്പോർട്ടർമാരും അതേപോലെ ഔസത്തിൽ ഉദ്ധരിച്ച ഹദീസിന്റെ പരമ്പരയിലുള്ള റിപ്പോർട്ടർമാരും രണ്ടും വിശ്വസ്തരാകും, സ്വീകാര്യോഗ്യരാകും. അപ്പൊ നോക്കൂ നിങ്ങൾ, വെറുതെയാണോ ഞാൻ പറഞ്ഞ് ക്ഷീരമുള്ളവരകലിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഹജ്ജാജ് ബിൻ അർത്താത്ത് എന്ന റിപ്പോർട്ടറുള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇതെന്നെ ബാക്കിയുള്ളതിലൊക്കെ കഥ എന്ന് പറഞ്ഞ് മൗലവി തടിയെടുത്തതല്ലേ. വാസ്തവത്തിൽ 2 ഹദീസ് കൂടെ കണ്ടില്ലേ നമ്മൾ. ഒരു ഇദാലുഹുമാസിഖാത്തുൻ, 2 ഹദീസിന്റെയും പരമ്പര സ്വീകാര്യോഗ്യരാണ്. ഇനിയും നിങ്ങൾ നോക്കുക, നബി ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു ഇദാ കാനത്തിലെ ശഅബാൻ, ശഅബാൻ 15 രാത്രിയായാൽ എന്തിലുല്ലാഹു തബാറക വ തആല ഇലാ സമാഇ ദുനിയാ ഫയഗ്ഫിറു ലിഇബാദിഹി ഇല്ലാ മാ കാന മിൻ മുശ്രിക്കിൻ വ മുശാഹിദിൻ ലിഅഖീഹി. ഇമാം ബസ്സാർ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്. വഫീഹി, ആ ഹദീസ് ഉദ്ധരിച്ച ശേഷം നൂറുദ്ദീൻ ഹൈതമി റളിയല്ലാഹു അൻഹു വഫീഹി അബ്ദുൽ മലിക് ബിൻ അബ്ദുൽ മലിക്, ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരുടെ പരമ്പരയിൽ അബ്ദുൽ മലിക് ബിൻ അബ്ദുൽ മലിക് എന്ന റിപ്പോർട്ടറുണ്ട്. ഹദീസ് റിപ്പോർട്ടർമാരുടെ യോഗ്യതയും അയോഗ്യതയും പരിശോധിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിധേയനാക്കി എന്നിട്ടോ ഒരു ബലഹീനതയും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. അതായത് ഹദീസ് ശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാര് അതിന്റെ റിപ്പോർട്ടർമാരെ പരിശോധിക്കുന്നിടത്ത് ഭയങ്കരമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് ഒരു കുറവും ഹദീസിന്റെ വിഷയത്തിൽ മുഖ്യക്ക് കാണാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള റിപ്പോർട്ടർമാരൊക്കെ വിശ്വസ്തരാണ് താനും. മൂപ്പരിപ്പ് ആരല്ല, അയോഗ്യനല്ല. കാരണം അയോഗ്യനാണെങ്കിൽ അതിനുള്ള രേഖ പറയും. അയോഗ്യനല്ല, ബാക്കിയുള്ളവരൊക്കെ യോഗ്യൻ തന്നെ.
അപ്പൊ ആ ഹദീസും സ്വീകാര്യോഗ്യമായ ഹദീസ് തന്നെയാണ് അർത്ഥം. മൂന്നാമത്തതാണ് പറഞ്ഞത്. ഇനിയും നിങ്ങൾ നോക്കൂ, അഖ്റജൽ ബൈഹഖിയു അൽ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ, യൻസിലുല്ലാഹു ഇലാ സമാഇ ദുനിയാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഫയഗ്ഫിറു ലികുല്ലി ശൈഇൻ ഇല്ലാ ലിമുശ്രിക്കിന ഫീ ഖൽബിഹി തഹനാഹു. മുശ്രിക്ക് മുശാഹിദല്ലാത്തവർക്കൊക്കെ പുറത്തു കൊടുക്കും. ആ ഹദീസും ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. മഹാനായ ഇമാം മുൻസിരി, മഹാനായ ഇമാം ഹാഫിദ് അൽ മുൻസിരി റളിയല്ലാഹു അൻഹു തന്റെ അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഇസ്നാദുഹു ലാ ബഅസ ബിഹി. ആ ഹദീസിന് ഒരു തകരാറില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മൗലവി എന്താ ചെയ്ത്? ഹജ്ജാജ് ബിൻ അർഫാത്തിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ച് 30 അടി എടുത്തു. എന്താ കേൾക്കണമെന്ന് തോന്നണം. ആ മൂപ്പർ ശൈലി അതാണെന്ന് നമുക്ക് മനസ്സിലായി. അതാ മൂപ്പര് നമ്മള് ബറാത്തിനാവിനെ കുറിച്ച് പറഞ്ഞിടത്ത് പ്രബലം എന്ന് പറഞ്ഞില്ല. അപ്പൊ ജനങ്ങൾക്ക് തോന്നൂല വെച്ച്, കാരണം മൂപ്പരെ തോന്നിക്കാൻ തന്നെ നടക്കുന്നതാ അല്ലേ? ആ 2 ഹദീസ് ഉദ്ധരിച്ചിട്ട് മൂപ്പർ തടിയെടുത്തു. ഇവരൊന്നും പറഞ്ഞില്ല. വേറെ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞില്ല. വാസ്തവത്തിൽ നമ്മുടെ പ്രസംഗത്തിൽ നമ്മുടെ ഈ ഹദീസുകൾ, ഈ 4 ഹദീസും സ്വീകാര്യോഗ്യമായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതെന്തായി? ലൈഫ് അല്ല. ഇനി വാദത്തിന് വേണ്ടി ഒരൊറ്റ ലൈഫായ ഹദീസേ ബറാത്തിനാവിന് മഹത്വമുള്ളൂ എങ്കിൽ പോലും വിശ്വാസികൾക്ക് ബറാത്തിനാവ് അനുഷ്ഠിക്കാൻ എന്ത് മതി? ആ ഒറ്റ ലൈഫായ ഹദീസ് മതി. ഈ ലൈഫായ ഹദീസ് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തതല്ല. അങ്ങനെ ഈ സാധുക്കൾ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഫളായിലുൽ അഅ്മാലിൽ വഖത്തഖററ അന്നൽ ഹദീസൽ ലൈഫ വൽ മുർസല വൽ മുൻഖതി വൽ മുഅ്ദല വൽ മൗഖൂഫ. ഹദീസിന്റെ വിവിധ ശൈലികളും ശാഖകളുമാണ്. ആ രൂപത്തിൽ വരുന്ന എല്ലാ ഹദീസുകളും യുഅ്മലു ബിഹാ ഫീ ഫളായിലുൽ അഅ്മാലി. ഫളായിലുൽ അഅ്മാലിൽ ആ ഹദീസ് കൊണ്ടൊക്കെ അമല് പറ്റും എന്ന് പറഞ്ഞാൽ അത് മതി തെളിവ്. ഇജ്മാഅൻ മുസ്ലിം ഉമ്മത്തിന് ഇതിൽ തർക്കല്ല. വലാ യുൻകിറു ദാലിക, ഇതിനെ നിഷേധിക്കുകയില്ല. ഇല്ല ജാഹിലും മഗ്റൂർ, എന്തൊക്കെയോ ചതിപ്പെട്ടു പോയ വിധിയല്ലാതെ. ആരാ പറഞ്ഞത്? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനല്ലേ, മഹാനല്ലേ. മൂപ്പര ഫതാവൽ കുബ്രയിൽ ബറാത്തിന്റെ പ്രത്യേക നോമ്പില്ല എന്ന് മൂപ്പര് വിശദീകരിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ അത് മൂപ്പർക്ക് അനുകൂലം കിട്ടുന്നവർക്ക് ഭയങ്കര പറച്ചില. ആ പറഞ്ഞ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഇയാൾ വായിച്ചതിന്റെ തൊട്ട് മുമ്പത്തെ പേജിലാ പറഞ്ഞത് എന്ത്? റജബ് മാസത്തിൽ പ്രത്യേക സുന്നത്തും കൊടുക്കാൻ പാടില്ലാതെ ഒരു മൈതാനെ പറ്റി ഒരു ചോദ്യം വന്ന ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് റജബിന്റെ മഹത്വമൊക്കെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുക, വഖത്തഖററ, സ്ഥിരപ്പെട്ടിരിക്കുന്നു മൗലവിമാരെ, അന്നൽ ഹദീസൽ ലൈഫ, നിശ്ചയം ലൈഫ. മൗലവിമാർ അത്രയേ പറയാനുള്ളൂ. അങ്ങേ തല ആ ഹദീസ് മൂപ്പര് ഉദ്ധരിച്ച ഹദീസ് അതന്നെ വലിയർത്ഥം. ലൈഫ് അല്ലാത്ത നാലെണ്ണം ഞാൻ ഉദ്ധരിച്ചത് വേറെ വിഷയം. അതൊക്കെ മാറ്റി വെച്ചാൽ തന്നെ മൂപ്പര് ഉദ്ധരിച്ച ഒറ്റ ലൈഫായ ഹദീസ്, അന്നൽ ഹദീസൽ ലൈഫ, നിശ്ചയം ലൈഫായ ഹദീസ് യുഅ്മലു ബിഹാ ഫീ ഫളായിലിൽ അഅ്മാൽ, അമലുകളുടെ ശ്രേഷ്ഠത സ്ഥിരീകരിക്കുന്നിടത്ത് അത് തന്നെ മതി അമലിന്. ഇജ്മാഅൻ, മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇത് തർക്കല്ല. വലാ യുൻകിറു ദാലിക ഇല്ലാ ജാഹിലുൻ മഗ്റൂർ, എന്തൊക്കെയോ ചതിയിൽപ്പെട്ടുപോയ ഇബ്ലീസിന്റെ കണിയിൽ കുടുങ്ങിപ്പോയ വിഡ്ഢിയല്ലാതെ ഇത് നിഷേധിക്കൂല. അപ്പൊ സലഫിക്ക് ലൈഫായ ഇത് പറ്റൂല. ഈ വിഷയത്തിലൊന്നും എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ മൂപ്പരെ പറ്റി ഞാനൊന്നും പറയണില്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ആ സാധു കുടുങ്ങിയതാണ്, വഹാബിസത്തിൽ പെട്ട് കുടുങ്ങിപ്പോയതാണ്. സത്യം മനസ്സിലാക്കാനുള്ള മനസ്ഥിതിയിലേക്ക് വരാൻ സാധിക്കാതെ അയാൾ വഴി മുടക്കപ്പെട്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ ഫതാവൽ കുബ്രയിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചു. ഇനിയോ ഈ ലൈലത്തുൽ മുബാറകത്ത് പറഞ്ഞ ഈ ബറാഅത്തിന്റെ രാവ്, ആ രാവിനെ കുറിച്ചുള്ള ചർച്ചയിൽ തന്നെയും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ ഫതാവൽ കുബ്രയിൽ പറഞ്ഞു, വൽ ഹാസിലു, ചുരുക്കം, അന്ന ലിഹാദിഹിൽ ലൈലത്തി ഫള, നിശ്ചയം ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ഈ രാവിന് ശ്രേഷ്ഠതയുണ്ട്. വന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസ, ആ രാവിൽ പ്രത്യേകമായ പാപമോചനവും ലഭിക്കുന്നതാണ്. വസ്തിജാബത്തും മഖ്സൂസ, പ്രത്യേകമായ ഉത്തരവും ലഭിക്കും. അള്ളാഹിനോട് ദുആക്കണേലും മറ്റു രാവിനെക്കാളുള്ളതിനേക്കാൾ പ്രത്യേകത ഖാസായ ദുആക്ക് ഉത്തരം തന്നെ കിട്ടുന്ന രാത്രിയാണത്. അതുകൊണ്ടാണ് ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു,
ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇന്നദ്ദുആ യുസ്തജാബു ഫീഹാ. ശഅബാൻ 15 രാത്രി ദുആക്ക് ഉത്തരം കിട്ടും. 5 രാത്രികൾ പ്രത്യേകമായി പവറുള്ളതാണെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ശഅബാൻ 15 രാത്രി. വഇന്നമൻ നിസാഉ ഫി സ്വലാത്തിൽ മഖ്സൂസത്തി ലൈലതഹാ. പിന്നെ അവിടെ തർക്കമുള്ളത് എന്താ? ഒരു പ്രത്യേകമായ നിസ്കാരം ആ രാത്രി ഉണ്ടോ ഇല്ലേ എന്നതാണ്. അതായത് ശഅബാൻ 15 രാത്രി പവറുള്ള രാത്രിയാണ് എന്നൊരു തർക്കമല്ല, നമ്മളും അവിടെ ഉള്ളൂ. അതേ സമയത്ത് അന്നൊരു പ്രത്യേക നിസ്കാരങ്ങൾ, പൊതുവിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കലല്ലാതെ സ്പെഷ്യലായിട്ട് അന്നത്തെ രാത്രിക്ക് ഒരു നിസ്കാരം ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ആർക്കിടയിൽ തർക്കമുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. അപ്പൊ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന വിഷയത്തിൽ എന്തില്ല? തർക്കമില്ല. ഇനിയും നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു തന്റെ മദ്ഹബിൽ രേഖപ്പെടുത്തുന്നു, ശഅബാൻ 15 രാത്രി അതിന് ശ്രേഷ്ഠതയുണ്ട്, ശ്രേഷ്ഠതയോടുകൂടെ ബഹുമാനിക്കേണ്ട രാത്രിയാണെന്ന് സലഫു സാലിഹീങ്ങൾ മുഴുവനും പറഞ്ഞിട്ടുമുണ്ട്. ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു തന്റെ മദ്ഹബിൽ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഇമാം മുല്ല അലി ഖാരി റളിയല്ലാഹു അൻഹു തന്റെ മിർഖാത്തിൽ രേഖപ്പെടുത്തുന്നു, ഈ രാത്രിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതേപോലെ തന്നെ ഈ രാത്രി പ്രത്യേകമായി കാര്യങ്ങളൊക്കെ വേർതിരിച്ചെഴുതുന്ന രാത്രിയാണ്. ലാ റൈബ ഫീഹി, അതിന് യാതൊരു സംശയത്തിനും അവകാശമില്ല, സംശയിക്കുന്നവരൊരു ചുക്കും തിരിയാതെയാണ് വർത്തമാനം പറയുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഈ രാത്രിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയപ്പോ നമ്മുടെ ആരും നിങ്ങളും ഉലമാക്കളൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ കാണുന്ന സാധനം കണ്ടുകൊള്ളുമ്പോ അമ്മാ ലൈലത്തുൻ നിസ്ഫിൻ ശഅബാന, ശഅബാൻ 15 രാത്രി ഫഫീഹാ ഫദ്ലുൻ, ആ രാത്രിക്ക് ശ്രേഷ്ഠതണ്ട്. അല്യത്തനാലി താലിൽ ഇന്തിഫാ എന്ന് പറഞ്ഞ് 968 വഫാത്തായ ഒരു മഹാൻ ശറഫുദ്ദീൻ മൂസ ബിൻ അഹ്മദ് ബിൻ മൂസ ബിൻ സാലിം അബുൽ നജാൽ ഹജ്ജാജി അൽ മഖ്ദിസി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെഴുതിയ ഗ്രന്ഥം, ആ ഗ്രന്ഥം സൗദി അറേബ്യയിൽ ഹാദൽ കിതാബു സബഖ തബഉഹു അലാ നഫഖതി സാഹിബുൽ ജലാല അൽ മലിക് അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഫൈസൽ ആൽ സഊദ്, സൗദി അറേബ്യയുടെ മുൻ ഭരണാധികാരിയായിരുന്ന മലിക് അബ്ദുൽ അസീസ് മൂപ്പര ചെലവിൽ ഈ കിതാബ് അടിച്ച് വിതരണം ചെയ്തിരുന്നു ആളുകൾക്ക്. അത് കഴിഞ്ഞിട്ടോ ഒഴിയുടെ തമഴഹു, അത് വീണ്ടും റീപ്രിന്റിംഗ് നടന്നിട്ടുണ്ട്. ഇത് മുനാസബത്തിൽ ഇഹ്തിഫാലി മുറൂർ മേസിയാമിന്നല തഹ്സീസിൽ മംലക, സൗദി അറേബ്യയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ അടുത്ത സമയത്താണ് 100ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക അത് വീണ്ടും അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അലാ നഫഖത്തി ഖാദിമിൽ ഹറമൈനി ശരീഫൈനി അൽ മലിക് ഫഹദ് ബിൻ അബ്ദുൽ അസീസ്, ഫഹദിന്റെ കാലത്ത് 100ാം വാർഷികം സൗദി അറേബ്യയുടെ ആൽ സഊദിന്റെ ഭരണത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോ വീണ്ടും കിതാബ് ജനങ്ങൾക്ക് കൊടുത്ത സമ്മാനം അൽ താലിബിൽ ഇന്തിഫാ പറഞ്ഞ കിതാബ്. ആ കിതാബില് പറയുന്നത് വമ്മാ ലൈലത്തുൽ നിസ്ഫിൻ ശഅബാന, ശഅബാൻ 15 രാത്രി ഫഫീഹാ ഫദ്ലുൻ, അതിന് ശ്രേഷ്ഠതയുണ്ട്. സെനറ്റി പറഞ്ഞ മാതിരിയല്ല, ഒരു അഡ്രസ്സും ഇല്ലാത്ത രാത്രിയല്ല, പ്രത്യേകത ഇല്ലാത്ത നേരം കളയാത്ത രാത്രി, ശ്രേഷ്ഠമുള്ളതാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇവരുടെ എല്ലാ വിഷയത്തിന്റെയും കേന്ദ്ര ബിന്ദുവായ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ ആരാ? ചിലർക്കാരല്ലോ ഇത് കണ്ടോ, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനാമുഖം, മുജാഹിദ് തച്ച് ബിരീനയിൽ ഉപയോഗിച്ച ബുക്കാണ്. ഇപ്പോ ആണെങ്കിൽ ചിലപ്പോ ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണായിരിക്കും, പക്ഷെ പണ്ടേ എഴുതിയ പുസ്തകമാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം. കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പുസ്തകത്തിൽ, അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്താ വെച്ചാല് സെലഫിയുടെ കേസറ്റിലുണ്ട് ഒരു മൂല്യം ഏതോ ഒരു അബ്ദുറഹ്മാൻ മാത്രമില്ല, ആര് കാണുന്നില്ല, ഏതായാലും മൂപ്പര് സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് പോകുമ്പോഴും ബുക്ക് എഴുതിയെടുത്തേ. ആ ബുക്ക് ഞാൻ വാങ്ങിയത് മർക്കസ് കോമേഴ്സിലെ ബുക്ക് സ്റ്റാളിന്നാണ്. ശരി, അപ്പൊ നിങ്ങൾ തന്നെ അല്ലേ? അതാ മൂപ്പരാധികാരികത. മർക്കസ് കോംപ്ലക്സിലെ ബുക്ക് സ്റ്റാളിനാണ് ഞാൻ വാങ്ങിയത്. എന്നിട്ട് ഒരു കാര്യമായിട്ട് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ ബുക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയത് ഇങ്ങനെ ചില പിടുത്തത്തിൽ തന്നെയാണ്. ശരി, അപ്പൊ നല്ല ഉദ്ദേശമൊക്കെ അവിടെ ഇല്ലാന്ന് ഉറപ്പാണല്ലോ. നിങ്ങൾ ചില പിടുത്തത്തിലാണ് ഏതായിരിക്കണം. അപ്പൊ ആ ആധികാരികതല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് മർക്കസ് കോമേഴ്സിൽ നിന്ന് ഒരു ചെങ്ങായിപ്പൻ്റെ ഒരു ബ്ലേഡ് അവിടെ സ്റ്റേഷനറി കടയിൽ നിന്ന് ഒരു ബ്ലേഡ് വാങ്ങിയിട്ട് കഴിഞ്ഞ ഓൻ്റെ അടുത്തൊക്കെ അഥവാ എന്തുണ്ടെങ്കിൽ ബില്ലുണ്ടെങ്കിൽ, കാരണം ബില്ല് വാങ്ങാൻ പ്രത്യേകമായിട്ടുള്ള ഇത് കിട്ടുന്ന സമയമാണ് ഇപ്പൊ, പണ്ടത്തെ വഴിയല്ല അല്ലേ? ഗവൺമെന്റ് ഒക്കെ ബില്ല് വാങ്ങാൻ പ്രത്യേകം നിർദ്ദേശിക്കുന്ന സമയമാണ്. അപ്പൊ ഈ ചെങ്ങായി ഒരു പിന്നെ സിഗരറ്റ് വെക്കും, ഒരു ബ്ലേഡും മേടിച്ചു, എന്നിട്ട് ബില്ലും മേടിച്ചിട്ട്
ബ്ലേഡ് കയ്യേറ്റ മുറിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു തന്നെ ഞരമ്പ് മുറിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാർക്കസ് കോംപ്ലക്സ് വാങ്ങിയതാണ് ആധികാരികതയോ അതാ മാർക്കസ് കോംപ്ലക്സിൽ എന്തൊക്കെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അഭിമാര് മാർക്കസ് അവിടുത്തെ കച്ചവടം നടത്തണം. അപ്പൊ ആലോചിച്ചൊക്കെ മൂപ്പര് ആധികാരികത ഒരു കോലെ അത് പറയുമ്പോ അപ്പൊ എന്തേക്കും മുന്നിലിരിക്കുന്നത് അത്രക്കൊക്കെ ഉള്ളത് മൂപ്പര് മനസ്സിലാക്കണം. ഒന്നാമത്തെ അവർക്കൊക്കെ ഇതായിട്ട് കൊടുക്കുമ്പോൾ കാരണം അതിലൊക്കെ പെട്ടുപോയ സഹോദരങ്ങള് വിഷയമൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പെട്ടുപോകണ തന്നെയാണ്. കാരണം വിഷയത്തിന്റെ നിജസ്ഥതയിലേക്ക് ഇറങ്ങിയവരുടെ ഈ പ്രശ്നത്തിനൊന്നും ആവശ്യമുണ്ടോ? ഇപ്പൊ ഈ നേതൃത്വം ക്ഷേമ മാനേജിന്റെ രാവിലെ കുറിച്ച് ഇപ്പൊ തർക്കത്തിന്റെ ആവശ്യമുണ്ടോ? മൗലവിമാർക്ക് പ്രമാണമാണ് പ്രധാനമെങ്കിൽ പ്രമാണം പറഞ്ഞിട്ട് നമ്മള് മൂപ്പര് അജാജിബിനെ നടത്താത്തിന്റെ ഒരു നൈഫായ അതിശയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതല്ല സഹോദര, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നു അഹാദീസു വറദബി ബദലിഹ അഹാദീസു ലാ ബദലിഹ. നിങ്ങൾക്കൂടി സ്വീകരിക്കാൻ പറ്റുന്ന ഹദീസുകൾ നിങ്ങൾക്കൂടി സ്വീകരിക്കാൻ പറഞ്ഞില്ലേ ചില പൊട്ടന്മാർക്ക് തിരിയിലാണ്. ആ പൊട്ടൻസിനും കൂടെ സ്വീകരിക്കാൻ പറ്റണ ഹദീസിനാ വന്നിട്ടുള്ളത്. ക്ഷേമം പറഞ്ഞിന്റെ രാവിലെ പവറുണ്ട്. പിന്നെ അത് തർക്കത്തിന് വിശാക്കേണ്ട ആവശ്യമുണ്ടോ? അത് വിശയാക്കിയിട്ട് ജനങ്ങളെ തിരിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബുക്കില് മുജാഹിദ് സെന്റർ കോഴിക്കോട് സ്വീകരിച്ച ബുക്കില് ഇബ്നു തൈമിയ്യനെ ആളെ പറ്റി പറയുന്നുണ്ട്. ആരാ ഇതിന് തുടക്കം കുറിച്ചത്? ഇതെന്ന് വെച്ചാൽ ഇതിന് ആദ്യം പറയണത് പിന്നെ മദ്ഹബിന്റെ പിന്നാലെ നടന്നിട്ട് ജനങ്ങളൊക്കെ ചിന്താപരമായ മരവിപ്പിലെത്തിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറ്റം ഉണ്ടാക്കിയതാണ്. ആ മാറ്റം ഉണ്ടാക്കിയിട്ട് ഇതിന് തുടക്കം കുറിച്ചത് ഹിജ്റ 661 പൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ വമ്പിച്ച കൂടുതലും സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ്യയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഇവരുടെ 7ാം കൂടത്തിന് തുടക്കം കുറിച്ചത് മൂപ്പരാണ്. അതായിക്കോട്ടെ, ഇമാം ഷാഫിയെയും അബൂ ഹനീഫയെയും കവച്ചു വെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയ്യക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നത്. ഷാഫി ഇമാമിനെക്കാളും അഹ്മദ് ഹംബലിനെക്കാളൊക്കെ ശ്രേഷ്ഠത ആൾക്കാണ്. അബൂ ഹനീഫയെക്കാളൊക്കെ പവർ ഇബ്നു തൈമിയ്യക്കാളാണ് പൂർവികരായ പണ്ഡിതൻ. അത് മൂപ്പര് അവകാശവാദാണ്. അതിരിക്കട്ടെ, അതിലേക്ക് ഇപ്പൊ കിടക്കാൻ നേരല്ല. കാരണം പൂർവികർ എന്താ പറഞ്ഞതെന്ന് അപ്പൊ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. എന്തായാലും അത് നമുക്ക് ചർച്ച ചെയ്യണം. പ്രഗത്ഭനായ ചിന്തകൻ, നിപുണനായ ഗ്രന്ഥകാരൻ, ഉജ്ജ്വലനായ വാഗ്മി, അഗാധതയിലെ കാണ്ടിറങ്ങിയ ഗവേഷകൻ, പൂർവികരുടെ വിജ്ഞാനങ്ങൾ മുഴുവൻ സമാഹരിച്ച സർവവിജ്ഞാന കോശം എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധി നേടിയ ഇബ്നു തൈമിയ്യ പേന കൊണ്ടെന്ന പോലെ വാളുകൊണ്ടും ശത്രുക്കളുമായി പടപൊരുതിയ ധീര യോദ്ധാവായിരുന്നു. 17 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും മുഫ്തിയായി അംഗീകരിക്കപ്പെടുകയും 30ാം വയസ്സിൽ അവസാനത്തെ മുജ്തഹിദ് എന്ന സ്ഥാനാഭിമാനത്തിന് അർഹനാവുകയും ചെയ്തു. എന്തായാലും ഇന്ന് പേര് ഇത്യാദി നടത്താൻ പറ്റില്ല എന്നായപ്പോ ഇവരെ ബുക്ക് തന്നെ അവസാനത്തെ മുജ്തഹിദ് ഇബ്നു തൈമിയ്യ. ലാസ്റ്റ് വസ്തുവായ പിന്നെ വസ്തുണ്ടോ? പണ്ടേ ബസ്റ്റാൻഡിൽ നിൽക്കുക അല്ലെ? ലാസ്റ്റ് വസ്തുവായ പിന്നെ വസ്തു അങ്ങനെ ഒരു വസ്തുണ്ടോ? പിന്നെ എന്നാ പിന്നെ ലാസ്റ്റ് ആകുമോ? അപ്പൊ അവസാനത്തെ മുജ്തഹിദായ ഇബ്നു തൈമിയ്യ. പിന്നെ വന്ന തെരപ്പി ആരെന്നെ മുഖഞ്ചിതല്ലേ ആകാൻ നിർത്തിയുള്ളൂ, മുജ്തഹിദാകാൻ പറ്റൂല. പക്ഷെ എപ്പോ പറഞ്ഞതോ എല്ലാവരും കൃത്യമായി ഹദീസുകൊണ്ട് കൈകാര്യം ചെയ്ത് നടക്കണമെന്ന്. അപ്പൊ വൈരുദ്ധ്യമേ നിന്റെ പേരോ സെലഫിസം അല്ലയോ വഹാബിസം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരവൾ ഉദ്ദേശശുദ്ധി മാനിച്ച് പൊറുക്കല്ലാതെ നിർത്തിയുണ്ടോ ആലോചിച്ചൊക്കെയാണ്. അപ്പൊ ഇത്രയൊക്കെ പവറുള്ള മൂപ്പര് ആ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ തന്റെ മജ്മൂ ഫതാവ എന്ന് പറയുന്ന ഫത്വ സമാഹാരം, ഒരുപാട് വിഷയത്തിൽ മൂപ്പരോട് വന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ അദ്ദേഹം പറയാം. അപ്പോൾ ശഅബാൻ 15 രാത്രി അതിന് ശ്രേഷ്ഠതയുണ്ടെന്നതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളും അസറുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ശഅബാൻ 15 രാവിലെ പവറുണ്ടെന്ന് വന്നിരിക്കുന്നു. മഹാന്മാരായ സഹാബിമാരുൾപ്പെടെയുള്ളവരുടെ പുണ്യവാക്കുകളിലും ശഅബാൻ 15 മഹത്വം ഉണ്ടെന്ന് വന്നിരിക്കുന്നു. 3 നൂറ്റാണ്ട് വരെ ജീവിച്ച മഹാന്മാരായ ഒരുപാട് മുസ്ലിം നേതാക്കളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നഹും കാനൂ യുസല്ലൂന ഫീഹാ, ആ രാത്രിയിൽ അവർ നിസ്കരിക്കാറുണ്ടായിരുന്നു. ശഅബാൻ 15 രാത്രി നിസ്കാരം മുടക്കണോരല്ല ഞങ്ങള് സലഫി തന്നെ കേസറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ആ രാത്രിക്ക് പ്രത്യേക പവറൊന്നുമില്ല. എന്നാൽ പൂർവികരുടെ വിജ്ഞാനങ്ങളൊക്കെ സമാഹരിച്ച വിജ്ഞാനകോശം അതെല്ലാം ഉണ്ടാവുമല്ലോ മൂപ്പരുത്ത്. ആ ഇബ്നു തൈമിയ്യ പറയുന്നത് എന്തായാലും സലഫി വിജ്ഞാനകോശം ഒന്നുമല്ലല്ലോ, ഇബ്നു തൈമിയ്യ വിജ്ഞാനകോശാണ്, സർവ്വ വിജ്ഞാനകോശാണെന്ന്
ഈ ബുക്ക് പറയണ ആ ഇബ്നു തൈമിയ്യ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ശഅബാൻ 15 രാത്രി ശ്രേഷ്ഠതയുള്ളതാണെന്ന് ഹദീസ് വന്നിരിക്കുന്നു. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين محمد سيد الكونين والثقلين محمد سيد الكونين والثقلين والفارقين من عرب ومن عجم